നമശിവായ മക്കളെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മനസ്സിലാക്കിയത്? ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ എവിടേക്ക് പോവുകയാണ്? മിഥിലാപുരിയിലേക്ക് പോകുകയാണ്. ജനക മഹാരാജാവ് ഒരു യജ്ഞം നടത്തുന്നുണ്ട്. അവിടേക്ക് ഇവര് 3 പേരും പോകുകയാണ്. വഴിമധ്യേ അവര് എന്താണ് പുഴകൾ താണ്ടി മലകൾ താണ്ടിയൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കാടുകൾ താണ്ടി പോകുന്നുണ്ട്. അപ്പോൾ കാടുകളിലെ കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ പോകുന്ന യാത്രാ മധ്യേ വിശ്വാമിത്ര മഹർഷി പല പ്രകൃതി ചരാചരങ്ങളുടെയും പുണ്യത്തെ പറ്റി, അതിൻ്റെ പവിത്രതയെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരോടാ പറഞ്ഞു കൊടുക്കുന്നേ? ശ്രീരാമനോടും ലക്ഷ്മണനോടും അല്ലേ? ഏത് നദിയുടെ പവിത്രതയെ പറ്റിയാണ് വിശ്വാമിത്ര മഹർഷി പറയുന്നത്? ഗംഗാ നദിയുടെ. ഗംഗ എന്ന് പറഞ്ഞാൽ പുണ്യ നദിയാണ്, പാപനാശിനിയാണ്. അപ്പൊ അതിന്റെ മഹത്വത്തെ പറ്റി പല കഥകളും വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യം ഗംഗ എവിടെയായിരുന്നു എന്നാ പറയുന്നത്? സ്വർഗലോകത്തായിരുന്നു. ഈ ഭൂമിയിലേക്ക് വരുവാനുള്ള, സ്വർഗഗംഗയെ ഭൂമിയിലേക്ക് വരുത്തുവാനുള്ള പ്രയത്നം ആരുടേതായിരുന്നു? ഭാഗീരഥ മഹാരാജാവിൻ്റെതായിരുന്നു. അങ്ങനെ സ്വർഗഗംഗയെ ഭൂമിയിലേക്ക് വരുത്തിയ കഥ നമ്മൾ മനസ്സിലാക്കി അല്ലേ? അതുപോലെ തന്നെ പിന്നെ അപ്പോൾ ഗംഗയുടെ പവിത്രതയെ പറ്റി മനസ്സിലാക്കി, അതിൻ്റെ പിന്നിലുള്ള കഥയെ പറ്റിയും മനസ്സിലാക്കി. അതുപോലെ തന്നെ ശ്രീരാമൻ ആർക്ക് ശാപമോക്ഷം കൊടുക്കുന്നുണ്ട്? ശ്രീരാമന്റെ പാദസ്പർശമേറ്റ് അഹല്യ, കല്ലായി തീർന്ന അഹല്യക്ക് ശാപമോക്ഷം കൊടുക്കുന്നുണ്ട്. ഗൗതമ മഹർഷിയുടെ ഭാര്യയായിരുന്നു ആര്? അഹല്യ. അങ്ങനെ ഗൗതമ മഹർഷിയുടെ ശാപം മൂലം കല്ലായി മാറിയ അഹല്യക്ക് തൻ്റെ പൂർവ്വരൂപം ലഭിക്കുന്നത് ആര് മുഖേനയാണ്? ശ്രീരാമൻ മുഖേനയാണ് അല്ലേ? ആ പവിത്ര പാദസ്പർശം ഏറ്റിട്ടാണ്, അല്ലെങ്കിൽ കൈക്കൊണ്ടിട്ടാണ് ആർക്ക് തൻ്റെ പൂർണ്ണരൂപം അല്ലെങ്കിൽ പഴയ രൂപം കിട്ടുന്നത്? അഹല്യയ്ക്ക്. അതുവരെയല്ലേ നമ്മൾ മനസ്സിലാക്കിയത്? ഇനി നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. Next, Rama weds Sita. Rama and Sita are in fact one, like Shiva and Shakti, like Radha and Krishna. They are inseparable, like the two sides of a coin. King Janaka of Mithila was a Jnani who had gained the ultimate knowledge. Rishis and saints often visited his court, seeking his advice. Once he was flying and for a yagna. There he found a divine baby girl, daughter of Bhudevi, whom he brought up as his own daughter. He called her Sita. ഇപ്പോൾ രാമ വെഡ് സീത, രാമൻ സീതയെ വിവാഹം കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ജനക മഹാരാജാവിൻ്റെ അടുത്തേക്ക് വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെയും ലക്ഷ്മണനെയും അവിടുത്തെ യാഗശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് അല്ലേ? അപ്പോൾ അവിടെ വഴിമധ്യയുള്ള കാഴ്ചകളൊക്കെ വിശ്വാമിത്ര മഹർഷി ശ്രീരാമനും ലക്ഷ്മണനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത് സീതയും ശ്രീരാമനും അവരുടെ വിവാഹം. അപ്പോൾ സീതയും ശ്രീരാമൻ എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊരു അതായത് അവർ തമ്മിലുള്ള ബന്ധം പവിത്രമാണ്. അത് ഒരു നഗ്നമായ സത്യമാണ് അല്ലേ? നന്മയാണ്. അത് ശിവനും പാർവതിയെ പോലെയും അതുപോലെ രാധയും കൃഷ്ണനും പോലെയാണ്. എന്തുകൊണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് ഇവരെല്ലാം എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ പുരാണത്തിൽ, അല്ലെങ്കിൽ ഇത് ഇന്ത്യയിൽ നടന്ന രാമായണത്തിലെ എന്ന ഇതിഹാസത്തിലെ പ്രസിദ്ധമായിട്ടുള്ള 2 കഥാപാത്രങ്ങളാണ് ശ്രീരാമനും സീതയും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ മിഥിലയിലെ രാജാവായിരുന്നു ആര്? ജനക മഹാരാജാവ്. അദ്ദേഹം ത്രിലോകജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെ പറ്റി എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അഗാധമായ അറിവുണ്ടായിരുന്നു. ഋഷിമാരും സന്യാസിമാരും മറ്റ് രാജാക്കന്മാരും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ സന്ദർശകരായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അവരൊക്കെ വന്നിരുന്നത്? നല്ല ഉപദേശം കേൾക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്വൈസ്,
അല്ലേ? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ, അദ്ദേഹത്തിൽ നിന്നും നല്ല കാര്യങ്ങൾ കേട്ട് അത് പ്രാവർത്തികമാക്കാനൊക്കെ ഇങ്ങനെ ഋഷിമാരും സന്യാസിമാരും ഒക്കെ വന്നിരുന്നു. അപ്പം ജനക മഹാരാജാവിനെ എങ്ങനെയാണ് സീതയെ കിട്ടുന്നത്? നിലം ഉഴുതുമ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നാണ് ആരെ കിട്ടുന്നത്? സീതാദേവിയെ കിട്ടുന്നത്. അപ്പോൾ ഭൂമിദേവിയുടെ മകളാണ് സീതാദേവി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു കുഞ്ഞ് ഭൂമിദേവിയുടെ കുട്ടിയാണെന്ന് പറയുന്നു. അങ്ങനെ ജനക മഹാരാജാവ് ഈ കുട്ടിയെ എടുക്കുകയും, അങ്ങനെ കുട്ടികളില്ലാത്ത ഒരു രാജാവായിരുന്നു ജനക മഹാരാജാവ്. അദ്ദേഹം യാഗം നടത്തിയിരുന്നത് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കുട്ടിയെ കിട്ടുകയും ആ കുട്ടിക്ക് ജനക മഹാരാജാവ് സീത എന്ന പേര് നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു, പേരിടുകയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. Many princes came seeking her in marriage, but Janaka was not willing to give her in marriage to any prince because she was not born of humans. He had above given by gods Shiva Dhanush. Above that was Lord Shiva's. It was huge, strong, and heavy. Janaka would give Sita in marriage to the one who lifted it. Sita was doing Gauri Vrita, praying to Shiva's spouse Gauri to grant her a good husband. അപ്പോൾ എന്താണ്? അപ്പോൾ ജനക മഹാരാജാവിൻ്റെ പുത്രിയായി ആര് വളരുകയാണ്? സീതാദേവി വളരുകയാണ്. ഉഴുവുചാലിൽ നിന്നാണ് കിട്ടിയത്. അതായത് യജ്ഞശാല ഉഴുതുമ്പോൾ ഒരു പെട്ടി കിട്ടുകയും ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ എന്താണ്? അതിമനോഹരമായ ഒരു കുഞ്ഞ് അതിൽ കിടക്കുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ ആര് എടുത്ത് വളർത്തുകയാണ്? ജനക മഹാരാജാവ് എടുത്ത് വളർത്തുകയാണ്. അങ്ങനെ സീതയ്ക്ക് വിവാഹപ്രായമെത്തി. വളരെ മനോഹരമായ കുട്ടിയായിരുന്നു ആര്? സീതാദേവി. ആരും കൊതിച്ചു പോകുന്ന സൗന്ദര്യമാണ് അവർക്കുണ്ടായിരുന്നത്. അവരുടെ സ്വഭാവവും അവരുടെ പവിത്രതയും നാടൊട്ടുക്കും പ്രശസ്തിയിലേക്ക് ഉയർന്നു. അങ്ങനെ പല ആൾക്കാരും, പല രാജാക്കന്മാരും അവളെ വിവാഹം കഴിക്കാനായിട്ട് എത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ജനക മഹാരാജാവിന് സാധാരണ ആൾക്കാർക്കൊന്നും കൊടുക്കാൻ ഇഷ്ടമല്ല. കാരണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കുട്ടിയായിരുന്നു ആര്? സീതാദേവി. അതുകൊണ്ട് ത്രയംബകം എന്ന ഒരു വില്ല് ശിവനിൽ നിന്നും ശൈവചാപം ആർക്ക് കിട്ടിയിട്ടുണ്ട്? ജനക മഹാരാജാവിനെ. അത് ആ വില്ല് കുലയ്ക്കുന്നവന് മാത്രമേ ആരെ വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ? സീതാദേവിയെ. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ആരെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നത്? ജനക മഹാരാജാവ്. അങ്ങനെ പല രാജാക്കന്മാരും ഒക്കെ എത്തിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ സീതാദേവിക്കും എന്താണ് ആഗ്രഹം ഉണ്ടായിരുന്നു? അവർ ഗൗരി വ്രതം എടുത്ത്, ഗൗരി എന്ന് പറയുന്നത് പാർവതി ദേവി ശിവനെ കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ്, വ്രതമെടുത്തിട്ടൊക്കെയാണ് ശിവനെ കിട്ടുന്നത്. അതുപോലെ തന്നെ ശിവൻ എന്ന നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടാൻ വ്രതമെടുത്ത പോലെ തന്നെ ആരും നല്ലൊരു ഭർത്താവിനെ കിട്ടാനായിട്ട് വ്രതമെടുത്തു സീതാദേവി. ഓക്കെ. King Janaka welcomed sage Vishwamitra, Rama and others into their palace. Sage Vishwamitra introduced the young princess from Ayodhya and told about their killing the Rakshasas. The citizens of Mithila, on learning that Rama and Lakshmana, two virtuous princes from Ayodhya were in town, came in big numbers. They hoped and prayed that Rama lifted the bow and married their princess Sita. Most prayers indeed have great power. The bow was brought, carried on a wheel, chariot by 5,000 soldiers. Rama went
went up to the great bow. With all eyes on him, Rama opened the huge chest and with great ease he lifted the mighty bow, fixing one of its ends between his stars. Rama strung the bow very easily. He then pulled the string so forcefully that the bow snapped with a sound of thunder. Heaven shot a rain of flowers on Rama. അങ്ങനെ വിശ്വാമിത്ര മഹർഷി ജനക മഹാരാജാവിൻ്റെ അടുത്തേക്ക് ഈ രാജാക്കന്മാരെ ആരാണ് രാജകുമാരന്മാരെ ലക്ഷ്മണനും അതായത് ശ്രീരാമനും ലക്ഷ്മണനും അവരെ എത്തിച്ചു. അപ്പോൾ എന്നിട്ട് ജനക മഹാരാജാവിനെ ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്താ പറയുന്നത്? ഇവരെ അയോധ്യ അധിപതിയായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ 2 പുത്രന്മാരാണ് ശ്രീരാമനും ലക്ഷ്മണനും. അവർ വളരെ മിടുക്കന്മാരാണ്, അതുപോലെ തന്നെ അതിമാനുഷികരാണ്, അതുപോലെ തന്നെ എന്താണ് ഈശ്വരാനുഗ്രഹം, ഈശ്വരൻ കുടികൊള്ളുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആരോടാണ് പറഞ്ഞു കൊടുക്കുന്നത്? ജനക മഹാരാജാവിനോട്. മാത്രമല്ല, ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നത് എൻ്റെ ആവശ്യത്തിനാണ്, രാക്ഷസന്മാരെ നിഗ്രഹിക്കാനായിരുന്നു എന്നും കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. അതുപോലെ മിടുക്കരാണ് ഇവരെ എന്നൊക്കെ പറയുകയാണ്. ഓക്കെ. അപ്പം ജനക മഹാരാജാവും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും രാമലക്ഷ്മണന്മാരെ നോക്കി സൂര്യചന്ദ്രന്മാരെ പോലെ തേജസ്സുറ്റ ഈ കുമാരന്മാരെ എല്ലാവരും അതായത് കണ്ണെടുക്കാതെ നോക്കി നിന്നു. അത്രയ്ക്കും ഭംഗിയാണ് ആർക്കുണ്ടായിരുന്നത്? ശ്രീരാമനും ലക്ഷ്മണനും ഉണ്ടായിരുന്നത്. എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും എന്തായിരുന്നു? ഇവർ തന്നെ മതി, രാജകുമാരിയെ അല്ലെങ്കിൽ സീത എന്ന ദേവിയെ രാജകുമാരിയെ മേരി ചെയ്യാൻ, അതായത് വിവാഹം ചെയ്യാൻ ഇവർ മാത്രം മതി, ഇവരെ പാടുള്ളൂ എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ആഗ്രഹം അവരിലുണ്ടായി. അവരതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഓക്കെ. അങ്ങനെ ശ്രീരാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷി പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാവരും അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ 5000 സോൾജേഴ്സിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് രഥത്തിൽ എന്തു കൊണ്ടുവന്നു? ഈ വില്ല് കൊണ്ടുവന്നു. കാരണം അതിമാനുഷികമായിട്ടുള്ള ശക്തിയുള്ള വില്ലാണിത്. അത് ഇങ്ങനെയാണ് കൊണ്ടുവന്നത്. ഓക്കെ. അങ്ങനെ അത് അവിടെ വെച്ചു. അതിന് ഒരുപാട് രാജാക്കന്മാരും ഒക്കെ അത് കുലയ്ക്കാനായിട്ട് ശ്രമിച്ചു നോക്കി, പക്ഷെ അവർക്കൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ രാമൻ്റെ ഊഴെത്തി. പിന്നെ രാമൻ എല്ലാ ഈശ്വരന്മാരെയും അവരുടെ പിതാക്കന്മാരെയും സ്മരിച്ചു, പിതാവിനെ സ്മരിച്ചു, മഹർഷിമാരെ സ്തുതിച്ചു, ദേവേന്ദ്രനെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഒരു നിമിഷം അവിടെ വന്ന് ധ്യാനത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ സാവധാനം ഈ വില്ലെടുത്ത് നിഷ്പ്രയാസം ഈ വില്ലെടുത്ത് അമ്പ് കുലച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ. അങ്ങനെ ഇത് ചെയ്ത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ഈ സമയത്ത് എന്താണെന്ന് പറയുന്നത്, പ്രകൃതിയിലെ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഈ അമ്പ് എടുത്തിട്ട് ഈ വില്ലെടുത്തിട്ട് അമ്പ് കുലച്ചു. അതിൻ്റെ ചരടുമേൽ അമ്പെടുത്ത് കുലച്ചു എന്നാണ് പറയുന്നത്. സ്വർഗ്ഗലോകത്തു നിന്നും മഴ പോലെ പുഷ്പങ്ങൾ വർഷിക്കപ്പെട്ടു. രാമൻ്റെ കുറിച്ചുള്ള സ്തുതികൾ എങ്ങും മുഴങ്ങി. ഓക്കെ. പ്രകൃതിയിലും അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ. ശ്രീരാമൻ അമ്പെടുത്ത് വില്ല് കുലച്ചപ്പോൾ ഇടിവെട്ടും പോലെ ശബ്ദമുണ്ടായി എന്നാണ്, പ്രകൃതിയിലുണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ രാമൻ ചെയ്ത ഈ കൃത്യത്തെപ്പറ്റി ദശരഥ മഹാരാജാവിന് വിവരം കിട്ടി. അദ്ദേഹം മിഥിലയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോടൊപ്പം തൻ്റെ മറ്റു മക്കളോടൊപ്പം എവിടെ എത്തുകയാണ്? ദശരഥ മഹാരാജാവും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും മക്കളുമെല്ലാം ഇവിടെയും എത്തി. ആരുടെ അടുത്താണ് എത്തുന്നത്? ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. ഓക്കെ. അപ്പോൾ വളരെ സന്തോഷമായി അവർക്ക്.
അല്ലേ, മാനുഷികമായിട്ടുള്ള ആർക്കും കഴിയാത്ത ഒരു ദൗത്യമാണ് ആര് ചെയ്തിരിക്കുന്നത്? ശ്രീരാമൻ ചെയ്തിരിക്കുന്നത്. എന്താണ്, ഏത് വില്ലാണ് കുലച്ചത്? ത്രയംബകം അല്ലേ, അത് ശിവൻ്റെ ശൈവചാപമാണ്. ഓക്കെ, അത് എല്ലാവർക്കും ഒന്നും കഴിഞ്ഞൊന്നും വരില്ല, അത് ശ്രീരാമന് മാത്രമേ സാധിച്ചുള്ളൂ. അതിൽ എല്ലാവരും സന്തോഷിച്ചു. അങ്ങനെ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ ജനങ്ങളൊക്കെ ആർപ്പ് വിളിച്ചു, എല്ലാവരും സന്തോഷം കൊണ്ട് മതിമറന്നു. അങ്ങനെ സീതാദേവിയുടെ കഴുത്തിൽ വരണമാല്യം അണിയിച്ചു ശ്രീരാമൻ. മാത്രമല്ല ജനക മഹാരാജാവ് തൻ്റെ മകളായിട്ടുള്ള ഊർമിളയെ ആർക്ക് വിവാഹം ചെയ്തു കൊടുത്തു? ശ്രീരാമൻ്റെ സഹോദരനായ ലക്ഷ്മണന് വിവാഹം ചെയ്തു കൊടുത്തു. മറ്റ് മക്കളായിട്ടുള്ള മക്കളെയും അത് പെൺകുട്ടികളെയും ശ്രീരാമൻ്റെ മറ്റ് സഹോദരന്മാർക്കും ഭരതനും ശത്രുഘ്നനും വിവാഹം ചെയ്തു കൊടുത്തു. ഓക്കെ, അങ്ങനെ വളരെ സന്തോഷപൂരിതമായി അവിടെ ഒരു അന്തരീക്ഷം സംജാതമായി. എല്ലാവരും സന്തോഷം കൊണ്ട് ആർപ്പ് വിളിച്ചു. ഗോഡ്സൊക്കെ അനുഗ്രഹിച്ചു ആരെ? പുഷ്പാർച്ചനകൾ കൊണ്ട് സ്വർഗത്തിലിരുന്നു കൊണ്ട് അവർ പുഷ്പാർച്ചന നടത്തി. അതുപോലെ തന്നെ ജനക മഹാരാജാവിൻ്റെ യജ്ഞം വളരെ ഭംഗിയായി നടന്നു. അങ്ങനെ 4 അദ്ദേഹത്തിൻ്റെ മക്കളും അവർക്ക് അനുയോജ്യന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാരായി. ഓക്കെ, അങ്ങനെ വളരെ ശുഭപരിവസ്യായിട്ട് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ മംഗളകർമ്മം നടന്നു. മനസ്സിലായോ? ഇത്രയാണ് ഇന്ന് എടുക്കുന്നത്. അത് ഒന്നുകൂടി വായിക്കുക. ഓക്കെ.